നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് നിങ്ങൾക്കുണ്ടാവും. സൂക്ഷിക്കുക. ലാബ് റിപ്പോർട്ട് നോക്കി നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്കിങ്ങനെ നിർദ്ദേശം നൽകുന്നതോടുകൂടി നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചു തുടങ്ങും. ചിലപ്പോൾ ഗുളിക കഴിക്കുന്നതിന് മുൻപ് വ്യായാമം ചെയ്തു നോക്കും, അല്ലെങ്കിൽ വെളുത്തുള്ളി കഴിച്ചു നോക്കും. എന്നിട്ടൊന്നും കൊളസ്ട്രോൾ കുറയുന്നില്ല. ഒടുവിൽ നെടുവീർപ്പോടെ കൊളസ്ട്രോളിൻ്റെ ഗുളിക ശീലമാക്കും. ഒരു മലയാളിയുടെ ശരാശരി ആരോഗ്യ നിലവാരം ഇങ്ങനെയാണ്. എന്താ വെളുത്തുള്ളി കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയില്ലേ? നമ്മുടെ മുത്തശ്ശനും മറ്റു പഴയ ആൾക്കാരുമെല്ലാം ആരോഗ്യത്തിന് വേണ്ടി കഴിച്ചിരുന്നത് വെളുത്തുള്ളിയാണല്ലോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ വെളുത്തുള്ളിയെക്കുറിച്ച് ലോകമെമ്പാടും 43 തരം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കണ്ടെത്തിയത് വെളുത്തുള്ളി കറി വയ്ക്കാൻ നല്ലതാണ്, പക്ഷേ അത് കൊളസ്ട്രോൾ കുറയ്ക്കില്ല എന്നായിരുന്നു. എന്നാൽ ഒരു ഡീപ്പ് അനാലിസിസിൽ തെളിഞ്ഞത് ഈ 43 പഠനങ്ങളിലും വെളുത്തുള്ളി ഉപയോഗിച്ചത് ഗുളികയുടെ രൂപത്തിലായിരുന്നു. അതായത് വെളുത്തുള്ളിയുടെ ചുവയും രൂക്ഷഗന്ധവും ഉണ്ടാക്കുന്ന SH ഗ്രൂപ്പ് അല്ലെങ്കിൽ സൾഫൈട്രൈൽ ഗ്രൂപ്പ് നീക്കം ചെയ്തതിന് ശേഷമാണ് വെളുത്തുള്ളി പഠനവിധേയമാക്കിയത്. എന്നാൽ അറിയുക, SH ഗ്രൂപ്പ് നീക്കം ചെയ്ത വെളുത്തുള്ളി കൊളസ്ട്രോൾ കുറയ്ക്കില്ല. ഇന്ന് നാം വെളുത്തുള്ളി കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കറികളിൽ ചേർക്കും, അല്ലെങ്കിൽ ഉപ്പിലിടും, അല്ലെങ്കിൽ അച്ചാറിടും. ഇങ്ങനെ കഴിച്ചാൽ വെളുത്തുള്ളിയിലെ ഗുണകരമായ SH ഗ്രൂപ്പ് നശിക്കുകയും അത് കൊളസ്ട്രോൾ കുറയ്ക്കുകയുമില്ല. എന്നാൽ ദിവസവും രാവിലെ 5 വെളുത്തുള്ളി അല്ലി വായിലിട്ട് ചവച്ചരച്ച് കഴിച്ചു നോക്കുക, കൊളസ്ട്രോൾ കുറയുന്നത് കാണാം. ഇതിനു പുറകിലുള്ള ശാസ്ത്രം വിശദീകരിക്കാം. വെളുത്തുള്ളിയിലെ SH ഗ്രൂപ്പിൽ അലിസിൻ എന്ന ഒരു രാസവസ്തുവുണ്ട്. ഇത് നമ്മുടെ ഉമിനീരിലെ ട്രിപ്സിനുമായി ചേർന്ന് അലിഡിൻ എന്ന അത്ഭുതകരമായ ഒരു മരുന്നുണ്ടാക്കുന്നു. വെളുത്തുള്ളി വായിലിട്ട് ചവച്ചാൽ വായ്ക്കുള്ളിൽ എരിവ് ഫീൽ ചെയ്യുന്നതിന് കാരണം ഈ അലിഡിൻ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അലിഡിനാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത്. അലിഡിൻ കൊളസ്ട്രോൾ കുറയ്ക്കുക മാത്രമല്ല, രക്തത്തെ ശുചിയാക്കുന്നു, ക്യാൻസറിനെ തടയുന്നു, അമിതവണ്ണവും കുറയ്ക്കുന്നു. അതിനാൽ നിങ്ങൾ വെളുത്തുള്ളി കഴിക്കുന്നത് ശരീരത്തിന് ഗുണകരമാകണമെന്നുണ്ടെങ്കിൽ പാകം ചെയ്യാതെ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുക. ഏവർക്കും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.